Hello, hi, I'm Thesnim Azeez. ഇന്നത്തെ റെസിപ്പി ഒരു ബൺ ദോശയാണ്. ബൺ ദോശ കുറേ എന്താ പറയുക വൈറലായിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും നോക്കിയാൽ. പക്ഷേ നല്ല ദോശയാണ്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചിലർ കുറച്ചും കൂടെ തിക്കായിട്ട് ഉണ്ടാക്കണം. ഞാൻ അത്ര തിക്കായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഞാനൊരു 1.5 തവി ഒഴിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 1.5 കപ്പ് പച്ചരി, ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 2 മണിക്കൂർ കുതിർന്നതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ വൈകുന്നേരമാണ് അരയ്ക്കുന്നതെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണ്. 2 മണിക്കൂറായി, നന്നായിട്ട് കഴുകിയെടുത്തു. ഇതൊരു മിക്സി ജാറിലേക്ക് ഇടാൻ പോവുകയാണ്. ഇതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ, 1/2 കപ്പ് അവിൽ ശരിക്കും വെള്ള കളറിലുള്ള അവിലാണ് നല്ലത്. ദോശ എന്നാൽ നല്ല വെള്ള കളറിലുണ്ടാവുമല്ലോ. എനിക്ക് പക്ഷേ വെള്ള കളറിൽ അവിൽ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. എനിക്ക് മട്ട അരി നെല്ലിൻ്റെ ആ ഒരു അവിലാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്തുള്ള അവിൽ ചേർക്കുന്നു. ബ്രൗൺ കളറിലുള്ള 1/2 കപ്പ് അവിൽ. ഇനി ദോശയ്ക്ക് അരയ്ക്കണ പോലെ വെള്ളം ചേർക്കുക, ഉപ്പ് ചേർക്കുക, എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരയണം കേട്ടോ, നന്നായിട്ട് അരച്ചെടുക്കുക. ഞാനിതിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചത്. എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ വയ്ക്കുക. ഇനി മൂടി വയ്ക്കുക. നമുക്ക് രാവിലെ എടുത്തിട്ട് ചുടാം. അപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. നന്നായി മാവെല്ലാം നന്നായി സെറ്റായിട്ട് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കടുക് വറുത്തിടണം. വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ, കടുക്, കുറച്ച് ഉഴുന്ന് പരിപ്പ്, പച്ചമുളക്, 2 പച്ചമുളക് ചെറുതാക്കി മുറിച്ചത്. ഇനി ഇത് നമ്മുടെ മാവിലേക്ക് ചൂടോടെ ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഈ വെള്ളയപ്പ ചട്ടിയൊക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ള ചട്ടി വെച്ചിട്ട് വേണമെങ്കിൽ നെയ്യ് തടവാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ, എന്തായാലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഞാനൊരു ചെറിയ തവിയാണ് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഒരു 1.5 തവി മാവ് ഒഴിക്കുന്നുണ്ട്. 2 തവി വരെ ഒഴിക്കുക കേട്ടോ. കുറേ കൂടുതൽ വലുതായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ പക്ഷെ അത്ര വലുതാക്കി ചെയ്യണില്ല. എനിക്ക് 1.5 തവി ഒഴിച്ചിട്ടാണ് ചെയ്യണേ. നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചോ കേട്ടോ. ഇനി നമുക്കത് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് ചെറിയ തീയിലത് കുക്കാവട്ടെ. കാരണം കുറച്ച് തിക്കായിട്ടുള്ള അതാണല്ലോ. 2 മിനിറ്റ് സിമ്മിലിട്ടിട്ടുണ്ടായിരുന്നു, തുറന്നു. ഇനി ഇത് നമുക്ക് നെയ്യ് തടവാം. ഞാൻ നെയ്യാണ്, വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയാക്കിയാലും മതി. എന്തൊന്ന് മറിച്ചിടാം. ഇനി ചെറിയ തീയിൽ ഒരു 30 സെക്കൻഡ് ഇങ്ങനെയൊക്കെ എടുക്കട്ടെ. പായി എടുത്തു. ബാക്കിയുള്ള മാവ് വെച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല തേങ്ങ ചട്നിയൊക്കെ ആയിട്ടുണ്ട്. കടുക് വറുത്തു. നമ്മളെ ദോശ കണ്ടോ, നല്ല സോഫ്റ്റ് ദോശയാണ്. നല്ല എന്താ പറയുക, കൽത്തപ്പത്തിൻ്റെ ഉള്ളിൽ കണ്ടിട്ടില്ല ഇങ്ങനെ ആരെടുത്തിട്ട് അതുപോലെ ഉണ്ട്. നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ. ഈസി അല്ലേ, നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അതിൽ നിന്ന് വലിയൊരു വ്യത്യാസം വരുന്നില്ല. ഉഴുന്ന് മാറ്റി അതിന് പകരം ചോറ് ചേർക്കുന്നുണ്ട്. ചോറ് പിന്നെ അല്ലെങ്കിലും നമ്മൾ ചേർക്കാറുണ്ടല്ലോ. പിന്നെ അവിൽ ചേർക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റ്.
അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടുള്ളതാണ്. ഇതെല്ലാം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ദോശ പുട്ടൊക്കെ മാറി മാറി ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതുപോലെ അവിൽ ചേർത്തിട്ട് തേങ്ങ ചേർക്കാതെ വെള്ളയപ്പം ഉണ്ടാക്കാറുണ്ട്. നല്ല സോഫ്റ്റാണ്. അത് ഞാൻ വേറൊരു ദിവസം കാണിക്കാം. ഞാൻ ഏഷ്യാനെറ്റിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന റെസിപ്പി എന്തായാലും ഇഷ്ടമാണ്. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.